നെറ്റ് പോയതാണ്, കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിങ്ങൾ പോയി താമസിക്കുന്നെങ്കിൽ, ജോലിക്ക് പോകുന്നെങ്കിൽ, വിസിറ്റിങ്ങിന് പോകുന്നെങ്കിൽ, എന്തിനു വേണ്ടിയാണെങ്കിലും ശരി, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിങ്ങൾ പോയാൽ ആ ഇസ്ലാം മത നിയമം അനുസരിച്ച് നിന്നോണം. എന്നാ മാത്രം നിങ്ങൾ പോയാ മതി എന്ന് കാര്യം പിടികിട്ടിയോ? അതായത് മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾ പോയാൽ അവിടെയും നിങ്ങൾ നിങ്ങളുടെ മതവുമായിട്ട് പോകണം. ഫ്രാൻസിലോ ഈജിപ്തിലോ, അല്ല ഈജിപ്റ്റ് വിട്ടേരെ, ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, അവിടെയൊക്കെ പോയാലും നിങ്ങൾ ഈ താലിബാനിസവുമായിട്ട് പോയാൽ മതി, അല്ലേ? ശരി, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80% മുസ്ലിങ്ങൾ 20% ആ 20 മതി നിങ്ങൾ നേരിടാൻ. ഒരു സംശയം. പോലീസും പട്ടാളവും ഒന്ന് മാറി നിന്നാൽ ഞങ്ങൾ 20% മതി, ബാക്കി 80% നേരിടാൻ. ഇത് പബ്ലിക്കായിട്ട് ഒ അബ്ദുള്ളയുടെ വെല്ലുവിളിയാണ്. പോലീസും പട്ടാളവും മാറി നിൽക്കണം. ഈ 20% മതി. മുമ്പ് ഒരു പെണ്ണ്, അപ്പിക്കുപ്പായക്കാരിയായിട്ടുള്ള ഒരു 10-16 വയസ്സുണ്ടാകും, ആ പെണ്ണ് വന്ന് പറഞ്ഞത്, നിങ്ങളുടെ 115 കോടി ജനതയെ നേരിടാൻ നമ്മൾ 25 കോടി ആളുകൾ മതിയെന്ന്. എന്താ അവരുടെ കോൺഫിഡൻസ് എന്ന് മനസ്സിലായോ? അവരുടെ ഐക്യം, അവരുടെ അന്തർധാര സജീവമാണ്, അല്ലേ? അപ്പോൾ ഇവരുടെ ഈ മതഭ്രാന്ത് ഒരാളിൽ അല്ല. അതുകൊണ്ടാണ് ഇത് വൈറസ് ആണ് എന്ന് പറയാൻ കാരണം. ഇത് ഒരു സോംബി വൈറസ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാളിൽ നിന്നും ഒരാളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ടേ ആ വൈറസ് പോകും. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും. പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80% മുസ്ലിങ്ങൾ 20% ആ 20 മതി നിങ്ങൾ നേരിടാൻ. ഒരു സംശയമില്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും പോരുത്. അമ്പലത്തിലെ വിശ്വാസം വേറെ, പള്ളിയിലെ വിശ്വാസം വേറെ. നിങ്ങളുടെ പെരുന്നാൾ. പക്ഷേ നമുക്ക് നോമ്പുതുറ അമ്പലത്തിൽ തന്നാൽ പോയി നക്കാം, അല്ലേ ഉസ്താദേ? കുഴപ്പമില്ല. ക്ഷേത്രത്തിൽ പ്രസംഗത്തിന് വിളിച്ചാൽ അവിടെ പോയിട്ട് പന്ധവാ മാനവാ സർവേ സ്വദേശ ഭുവനത്രയം എന്ന അലറി വിളിക്കാം, അല്ലേ? നമ്മുടെ പള്ളികളിൽ വന്നാൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്നും അലറി വിളിക്കാം, അല്ലേ? കുഴപ്പമില്ലല്ലോ. പ്രത്യക്ഷമായി വിജയിയെ വിമർശിക്കാം, പരോക്ഷമായി ഒരു നോമ്പുതുറ വിജയ് സംഘടിപ്പിച്ചാൽ പോയി നക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ കുരിശു വെക്കും, നിങ്ങൾ അവരെ പുൽക്കൂടുണ്ടാക്കും. കേട്ടോ, നിങ്ങളുടെ കൂട്ടുകാരികളായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളെ നിങ്ങൾ പർദ്ദ ഇടിയിപ്പിക്കണമെന്നാണ് ആ പറഞ്ഞത്. അവര് പർദ്ദ ഇടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോന്ന്. മുസ്ലിങ്ങൾ പുൽക്കൂടൊരുക്കും. ഇല്ല, കാക്കായ്ക്ക് തെറ്റിപ്പോയി. ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും തലയിൽ തട്ടമിടാനും നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സക്കാത്ത് കൊടുക്കാനും നബിദിന റാലിയിൽ വരുന്ന കുട്ടികൾക്ക്, ജാഥയിൽ വരുന്ന കുട്ടികൾക്ക് നോട്ടുമാലയിട്ട് പൂമാലയിട്ട് നാരങ്ങാ വെള്ളം കൊടുത്ത് സ്വീകരിക്കാനും സജ്ജരായി വരുന്ന ഒരു കേരളത്തിലാണ് കാക്ക നിങ്ങൾ ഈ വിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അവരെ മുന്നേ യേശുവിനുണ്ടാക്കും, നിങ്ങൾ അതൊക്കെ കച്ചവടവൽക്കരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിന്റെ ഒരു ആഘോഷ ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് പർദ്ദയിടട്ടെ എന്ന് ഒക്കെ തോന്നിയിട്ടില്ല. ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നുള്ളത് കുഫറാണ്. ഇനി അങ്ങനെയല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോ ഒരു ആചാരവും ആഘോഷവും വരുമ്പോൾ മാറ്റിപ്പറയാനും, എന്നാൽ മറ്റൊരു സദസ്സിൽ എത്തുമ്പോൾ യേശു എന്ന് പറയുന്നത് നമ്മളുടെ ഈസാ നബിയാണ് എന്ന് പറയാനും ഇവർ കൊടുത്തില്ല. മുഹമ്മദ് നബിയുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാം, ഈസാ നബിയുടെ ജന്മദിനം വരുമ്പോൾ
അത് പിഴച്ചുപെറ്റ സന്തതിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് അവരുടെ മതവികാരങ്ങളെ ഇവർ കരിവാരി തേക്കും. എന്നാൽ മുഹമ്മദ് നബിയുടെ പിതാവ് എന്നിവർ ആരോപിക്കുന്ന അബ്ദുള്ള മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആമിന അബ്ദുള്ളയുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് മുഹമ്മദിന് ജന്മം നൽകുന്നത്. ശരിക്കും പിഴച്ചുപെറ്റ സന്തതി ആരാണ് എന്നിവർ പറയൂ. അവരോടുള്ള സൗഹൃദം പങ്കിടലായി നമ്മൾ അതിനോട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ്. ഞങ്ങൾക്ക് മതമാണ് 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 മതം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. കൊക്കിലെ ശ്വാസം വിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. കേരളത്തിലെ എല്ലാ മെമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. കേരളത്തിലെ എല്ലാ മെമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മെമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുറ്റപ്പെടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. ഇനി ചില ബന്ധങ്ങൾ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യണ്ട് ഇവിടെ, വലിയ ദൗത്യണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പത്തറായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ മർക്കസ് സക്കാഫത്ത് സുവിധയെ പൂട്ടിയിട്ട് സക്കാഫിയും മറ്റും ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മുടെ കേരളം. ഇതൊക്കെയല്ലേ മതഭ്രാന്ത് വിനോദേ? വിനോദേ, ഈ കേട്ട 5-6 പ്രഭാഷണങ്ങളിലൊന്നും നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ടൊന്നും കണ്ടില്ലേ? മനസ്സിലായല്ലോ? അതാണ് വിനോദിന് കാര്യം മനസ്സിലായില്ലേ? മതഭ്രാന്ത് മൂത്ത് അമുസ്ലിങ്ങളെ കൊല്ലാനും കൊന്നു കൊലവിളിക്കാനും ഇസ്ലാം മത രാജ്യമുണ്ടാക്കി മാറ്റാനും ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. 80% വരുന്ന ഭൂരിപക്ഷം ആളുകളെ ഇല്ലാതാക്കാൻ പോലീസും പട്ടാളവും ഒന്ന് മാറി നിന്നാൽ ഞങ്ങൾ 20% വരുന്ന ആളുകൾ മതി എന്ന് പറയണമെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് എന്താ? ഇവരുടെ കോൺഫിഡൻസ് ലെവൽ എന്താണെന്നൊന്ന് ചിന്തിച്ചു. ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ലല്ലോ, ആണോ? ഈ ഉസ്താദുമാര് പ്രഭാഷണം നടത്തിയതാണ് ഈ പറയുന്നതെല്ലാം. അപ്പോ അവര് പറഞ്ഞപ്പോ കുഴപ്പമില്ല, നമ്മൾ അതെടുത്ത് ഉദ്ധരിച്ചപ്പോഴാണ് പ്രശ്നമെന്നല്ലേ? ഇതെങ്ങനെ ശരിയാവും? ഇവര് ലോകത്തിന്റെ ഏതു കോണിൽ, ഏത് രൂപത്തിൽ, ഏതു ഭാവത്തിൽ, ഏത് ഇരവാദമുന്നയിച്ച് ചെന്ന് കയറിയാലും ശരി, അധികം താമസിയാതെ തന്നെ അവർ വേട്ടക്കാരായി മാറുന്നത് നമുക്ക് കാണാം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ബംഗ്ലാദേശി അയാൾ വന്ന് പറയുന്നുണ്ടായിരുന്നു, കേരളത്തിൽ നമുക്ക് എല്ലാം കിട്ടും, എല്ലാം സുലഭമായി കിട്ടുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പെണ്ണ് കിട്ടും, ഞങ്ങൾക്ക് ഡ്രഗ് കിട്ടും, ഞങ്ങൾക്ക് കള്ള് കിട്ടും, വോട്ടർ ID കാർഡ് കിട്ടും, എല്ലാം സുലഭമായി കിട്ടും. മലയാളി പെണ്ണുങ്ങളെ വരെ 2000 മുതൽ 4000 രൂപ വരെ കൊടുത്താൽ തങ്ങൾക്ക് ലൈംഗിക വീഴ്ചയ്ക്ക് വരെ കിട്ടുമെന്ന് ബംഗ്ലാദേശി പറഞ്ഞു. ബംഗാളി, അന്യസംസ്ഥാന തൊഴിലാളി, അല്ലെ അതിഥി തൊഴിലാളി. ശരി, അപ്പോ ഇവര് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശികൾ വന്ന് താമസിച്ചിട്ട് അവർ ബംഗാളികളാണ് എന്ന വ്യാജേന അവർക്ക് കവചമൊരുക്കുകയാണ് നമ്മുടെ നാട്. ആളൊന്നിന് 25,000 രൂപ കൊടുത്താൽ ഏത് വ്യാജരേഖകളും റെഡി. 70,000 മുതൽ 1,00,000 രൂപ വരെ കൊടുത്താൽ ഏത് യോഗ്യതാ സർട്ടിഫിക്കറ്റും ശരിയായി കിട്ടുന്ന വിചിത്രമായിട്ടൊരു നാട്. ഇന്ത്യ ആ രൂപത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് അസമിൽ നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കേട്ടിരുന്നു. അസമില് ഏതാണ്ട് 2030 ആകുന്നതോടുകൂടി 40% ബംഗ്ലാദേശികളായി മാറും എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. വെറുതെ അല്ല. അസമില് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ട് എന്താണോ നമ്മുടെ ബംഗാളില് മമതാ ബാനർജി ചെയ്തത്
അതേപോലെ തന്നെ അസമില് വിവിധ സംസ്ഥാനങ്ങളില് ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് ഇവരെ ഇവിടെ പാർപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? അവരുടെ വോട്ട് വാങ്ങിച്ചിട്ട് വേണം ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കാൻ. അപ്പൊ ഈ നുഴഞ്ഞു കയറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഇന്ത്യൻ പൗരത്വമൊക്കെ നൽകി അവരെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സംരക്ഷണ കവചം ഒരുക്കാനുള്ള ബാധ്യത ആർക്കാം? BJP അസമിൽ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരെയും പുറത്താക്കിയിരിക്കും എന്നത് അമിത്ഷായുടെ ഒരു ചാലഞ്ചാണ്. അസമിൽ നടന്ന ഒരു പൊതു റാലിയില് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകി, അസമിൽ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നുഴഞ്ഞു കയറിയിരിക്കുന്ന ബംഗ്ലാദേശികളെ മുഴുവനും പുകച്ചു പുറത്ത് ചാടിപ്പിക്കാതെ താൻ വിശ്രമിക്കില്ല എന്ന് ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പാണത്. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരിൽ നിന്ന് 1,00,000-ലധികം ഭൂമിയാണ് മോചിപ്പിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു. ആ നാട്ടുകാർക്ക് അവകാശപ്പെട്ട ഭൂമി, ആ നാട്ടുകാർക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം, അവർക്ക് അർഹതപ്പെട്ട അവരുടെ അവകാശങ്ങളൊക്കെ തട്ടിയെടുക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. കോൺഗ്രസ് ഇത്രയും വർഷക്കാലം അസം ഭരിച്ചിട്ടും അസമിന്റെ പ്രസ്ഥാനത്തിൽ ജീവൻ ബലിയർപ്പിച്ചവർക്കു വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത്, രാജ്യത്തെ സേവിച്ചവർക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. കോൺഗ്രസ് വർഷങ്ങളോളം നുഴഞ്ഞു കയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. 1983 IMTD നിയമം കൊണ്ടുവന്നതുകൊണ്ട് നുഴഞ്ഞു കയറ്റക്കാർക്ക് ഈ രാജ്യത്തിലെവിടെയും സ്ഥിരതാമസമാക്കാൻ നിയമപരമായ ഒരു പഴുതുണ്ടാക്കി കൊടുത്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായ ഒരു വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് നുഴഞ്ഞു കയറ്റക്കാരെ കണ്ടിരുന്നത്. പക്ഷേ BJP അധികാരത്തിലെത്തിയതോടുകൂടി കാര്യങ്ങൾ മാറിമറഞ്ഞു എന്ന് മാത്രമല്ല, രാജ്യവിരുദ്ധതകൾ മറനീക്കി പുറത്തു വരികയും ചെയ്തു. അസമിൽ നിന്നു മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുഴുവൻ ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരെയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ഇന്ത്യക്കാരെയും കണ്ടെത്തി പുറത്താക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പാണ്. അസമിന്റെ സംസ്കാരം, ഭൂമി, സ്വത്വം, ഇതിനൊക്കെ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നത് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ്. മുൻ കോൺഗ്രസ് സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കു വേണ്ടിയും അധികാര കസേരകൾക്കു വേണ്ടിയും നിയമവിരുദ്ധമായിട്ടുള്ള ഒത്തുതീർപ്പുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. 10 വർഷം മുമ്പ് വരെ ഉപരോധങ്ങളും ബോംബ് സ്ഫോടനങ്ങളും മാത്രം നടന്ന അസമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാനെന്ന് അമിത്ഷാ പറയുന്നത്. എന്നാൽ BJP അധികാരത്തിലെത്തിയതോടുകൂടി ഇന്ന് അസം പുരോഗതിയുടെ പാതയിലാണ്. BJP ഭരണത്തിന്റെ കഴിഞ്ഞ ദശകം അസമിൽ സമാധാനവും വികസനവും അടയാളപ്പെടുത്തിയ സുവർണ കാലഘട്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വടക്ക് കിഴക്കൻ മേഖലയുടെ വളർച്ച എഞ്ചിനായി മാറിയിരിക്കുകയാണ് അസം എന്നും അമിത്ഷാ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശക്തികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ രാജ്യത്തിനകത്തുള്ള ശക്തികളെ എങ്ങനെ നേരിടണം എന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു സർക്കാരാണ്. നുഴഞ്ഞുകയറ്റക്കാര് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നവർ, അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ സിറിയയിലേക്ക് പോയി.
ഐസിസിലേക്ക് പോയി, അഫ്ഗാനിലേക്ക് പോയി. പെട്ടെന്നൊരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തോന്നുവാണ് നമുക്ക് ഐസിസിലേക്ക് പോയാലോ. അങ്ങനെ പോയതല്ല നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ഒന്നും. പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. ആ കണ്ണികളാണ് അവരെ അവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ ബംഗ്ലാദേശികൾ പെട്ടെന്ന് ചാടിക്കേറി വന്നതല്ല അസമിലേക്ക്, യു പിയിലേക്ക്, ഡൽഹിയിലേക്ക്, കേരളത്തിലേക്ക്. അവരെ ഇവിടെ അടുപ്പിക്കുന്ന, പിടിച്ചു നിർത്തുന്ന, സംരക്ഷണം നൽകുന്ന സംരക്ഷണ കവചങ്ങൾ ഉണ്ടായിരുന്നു. ആ കവചങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്നാണ് അമിത്ഷാ പറയുന്നത്. അതെ, വേരിലാണ് ചികിത്സ തുടങ്ങേണ്ടതെന്ന്. രോഗം എന്താണ് എന്നറിഞ്ഞു മനസ്സിലാക്കി കൃത്യമായ രൂപത്തിൽ ചികിത്സ തുടർന്നാൽ മാത്രമേ ഇനി മറ്റൊരാളിലേക്ക് ഈ മതവൈറസുകൾ സ്പ്രെഡ് ആകാതിരിക്കൂ എന്ന് രാജ്യമറിയുന്ന, രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും അറിയുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അസം മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ബംഗ്ലാദേശികളെ മുഴുവനും കണ്ടെടുത്ത് പുറത്താക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം, ഇന്ന് മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും, മദ്രസയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു 9 വയസ്സുകാരനായ കുട്ടി കേരളത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും കൊന്നു കൊല വിളിക്കാനുള്ള കുട്ടിക്കാലനാണ് ഞാനെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ മതേതരത്വം മാറിയപ്പോഴാണ് ചട മദ്രസയിൽ എന്തുവാടേ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ആ മദ്രസ പഠനത്തിന്റെ അനന്തരഫലം എന്താണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഓൺലൈൻ വഴിയുള്ള ക്ലാസുകൾ കേൾക്കുന്നത്. എന്തുവാ ഓൺലൈൻ വഴിയുള്ള ക്ലാസ് കേൾക്കുന്നത്? മതം വിട്ടവനെ കൊല്ലണം. ആ മതം വിട്ടവനെ കൊല്ലുന്നത് ഒരു തെറ്റാണോ? അല്ല. ഒരു ഭരണാധികാരി മതം വിട്ടവനെ കൊല്ലണം. അല്ല കാക്ക, ഇതതിന് സിറിയയും പാകിസ്ഥാനും അഫ്ഗാനും ഒന്നുമല്ലല്ലോ. ഇതൊരു മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമല്ലേ? അല്ല. നമ്മൾ എവിടെയായിരുന്നാലും മതമാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോ മതം വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമായി ജീവിക്കേണ്ടവർക്ക് അങ്ങനെ, ഹിന്ദുവായിട്ട് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ, ഇതര മതം സ്വീകരിക്കേണ്ടവർക്ക് അങ്ങനെ, ഇനി ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് എന്നെ പോലെ ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ മതമെങ്ങാനും നീ ഉപേക്ഷിച്ചാൽ പിന്നീട് നീ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് എന്ന് ഒരു മതപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉസ്താദ് ഓൺലൈൻ പഠനം മദ്രസ, അന്ന് കൊറോണയൊക്കെ ആയതുകൊണ്ട് ഓൺലൈനിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക. എത്ര വയസ്സുള്ള കുട്ടികളെ? 11, 12, 13 വയസ്സുള്ള കുട്ടികളുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് എങ്ങനെയാണ് ചോരക്കൊതി പൂണ്ട ഒരു മതം ചോരപ്പുഴ ഒഴുക്കാൻ പഠിപ്പിക്കുന്നത്. എന്നാലും ഇതിന്റെ പേര് സമാധാനമെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. മതം ഉപേക്ഷിച്ചാൽ തിരിച്ചു വരാനാവശ്യപ്പെട്ടിട്ടും വഴങ്ങാത്ത പക്ഷം താമസം കൂടാതെ ഒരു ഇമാമോ അതല്ലെങ്കിൽ ഒരു പ്രതിനിധിയോ കഴുത്തിൽ കാച്ചണം എന്ന് ഒരു വിശുദ്ധ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ
ആ പുസ്തകത്തെ നിങ്ങൾ എന്തു വിളിക്കും? അതെഴുതി വെച്ച ഗ്രന്ഥകാരനെ നിങ്ങൾ എന്തു വിളിക്കും? അക്ഷരം തെറ്റാതെ മലരന്മാരെന്ന് വിളിക്കുമോ നിങ്ങൾ? കൊലയാളികളെന്ന് വിളിക്കുമോ നിങ്ങൾ? കലാപകാരികളെന്ന് വിളിക്കുമോ നിങ്ങൾ? തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിളിക്കുമോ നിങ്ങൾ? അന്യമത വിരുദ്ധരെന്ന് വിളിക്കുമോ നിങ്ങൾ? ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയുമോ നിങ്ങൾ? ഒരു പക്ഷേ ഓ ഇത്ര ഭീകരതയോ എന്ന് ചിന്തിച്ചേക്കാം നിങ്ങളുടെ നല്ല ബുദ്ധി കൊണ്ട്. ഈ എഴുത്തുകാരന്റെ പേര് പറയാൻ പാടില്ല. മതേതരത്വം പോവും. ആ എഴുത്തുകാരനെ കുറിച്ച് പറയാൻ പാടില്ല. അത് പടച്ചോനായാലും പടച്ചോന്റെ പടപ്പായിട്ടുള്ള മുഹമ്മദ് ആണെങ്കിലും ശരി. അയാളുടെ ചിത്രം വരയ്ക്കാമോ? ഏയ് പറ്റില്ല. അയാളെ ആദരിക്കാൻ അറബി സംസ്കാരം അനുസരിച്ചിട്ട്, അറബിയിലെ സാംസ്കാരിക പൈതൃകം അനുസരിച്ച് അവരതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കോ വേറെ. അപ്പോ അതനുസരിച്ചിട്ട് അതിനെ ആദരിക്കണം. എന്നാൽ ഞാനൊരു ഗ്രന്ഥകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥം. വെളുപ്പിക്കാൻ ഒരുപാട് ആളുകൾ വരും, അത് വേറെ. അദ്ദേഹം എഴുതിയ പുസ്തകം, അതുപോലെ ഇസ്ലാമിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ, രണ്ടാം പ്രമാണങ്ങൾ, ഇതിനകത്തൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവനെ കൊല്ലണം എന്ന് എഴുതി വെച്ചിരിക്കുക. ഇവരൊക്കെ സമാധാനത്തിന്റെ വക്താക്കളെന്ന് അറിയപ്പെടുന്നത് ഒന്നും വിചാരിക്കല്ലേ. മതം വിട്ടവനെ തലവെട്ടണമെന്നും, അടിമ സ്ത്രീകളുടെ മുലയുടെ വലിപ്പം നോക്കി എങ്ങനെയാണ് അവരെ ഭോഗവസ്തുവായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്, സെക്സ് ലേവായിട്ട് എങ്ങനെ അവരെ തെരഞ്ഞെടുക്കണം എന്നും പച്ചയ്ക്ക് പഠിപ്പിക്കുന്നു. മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവും ജനാധിപത്യ മതേതര മാനുഷിക വിരുദ്ധവുമായിട്ടുള്ള ഇവന്റെയൊക്കെ പുസ്തകങ്ങൾ ഫത്ഹുൽ മുഈൻ എന്നൊക്കെ ഉള്ള പേരില് കേരളത്തില് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിട്ട് ഇന്നും മത ആലയങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ പുസ്തകം എഴുതിയവനെ പറയാൻ പാടുണ്ടോ? ഈ പുസ്തകത്തിന്റെ കവറിൽ ഈ പുസ്തകം കേരള സാഹിത്യ അക്കാദമി ഉത്തമ ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിരിക്കുക, പാരിതോഷികം നൽകി ബഹുമാനിച്ചിരിക്കുക. അതിനകത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ്റെ 5 കൊല്ലം മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു. ഇന്ന് ഈ പുസ്തകങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ഞാൻ പറയുന്നത് നുണയാണെന്ന്? കേരള സാഹിത്യ അക്കാദമി പോസ്റ്റിലുണ്ട് യാഥാർത്ഥ്യം എന്താണ്. പുസ്തകത്തിന്റെ കവറില് ഇത് എഴുതി പിടിപ്പിച്ച ആളുകൾക്ക് ഇത് വ്യാജമാണെങ്കിൽ എന്തേ നടപടിയെടുക്കാത്തത്? ഇരട്ട ചങ്കൊന്നും വേണ്ടല്ലോ മറുപടി എടുക്കാൻ. അപ്പോ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന പുസ്തകം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചോ? ഒരുപാട് അശ്ലീലതകളുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന വ്യക്തി എഴുതിയത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കണം. എന്നിട്ട് ഈ പുസ്തകത്തിനകത്ത് മാനവികതയുണ്ട് എന്ന് പറയാൻ വല്ലാത്ത തൊലിക്കട്ടി വേണം കേട്ടോ. ഈ പുസ്തകത്തിനകത്തുള്ളത് എന്താണ് എന്ന് പല ആവർത്തികളിലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഓരോ അധ്യായം വീതവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസ രീതിയിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കണമെന്നും തീവ്ര ഇസ്ലാമികവൽക്കരണ ആശയങ്ങൾ ഉപേക്ഷിക്കുകയും വേണ്ടതുണ്ട് എന്ന് RSSന്റെ സംഘചാലക്
ആയിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവത് പറയും. ഇതിനകത്ത് മതേതര മൂല്യങ്ങൾ ഇനിയും കുത്തിനിറക്കൽ നടക്കുന്ന കേസാണ്. ഇതിനകത്തുള്ളതെല്ലാം മതതീവ്രവാദ മൂല്യങ്ങളാണ്. ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അതങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണ്. ചില മദ്രസകളിൽ ആധുനിക വിദ്യാഭ്യാസം ഭാരതത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യു പി ആസം ഉത്തരാഖണ്ഡിലൊക്കെ വെറും ഇത് മാത്രം 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകം മാത്രം പഠിച്ചാൽ മാനവിക മൂല്യങ്ങളുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ അവർ പഠിക്കണം. ഭരണഘടനാ മൂല്യങ്ങൾ അവർ പഠിക്കണം. അവർ ഹിസ്റ്ററിയും ജോഗ്രഫിയും സിവിക്സും ഇക്കണോമിക്സും ഒക്കെ പഠിക്കട്ടെ. അപ്പോ അസം സർക്കാർ ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരുവാണ് ആദ്യമായിട്ട്. ഇത്തരം വിഷയങ്ങൾ പഠിച്ചാൽ മാത്രമേ അസമിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രാന്റ് കിട്ടൂ. സർക്കാരിന്റെ നിലപാടാണ്. ഏകദേശം 30% ആളുകൾ ഇതിനോട് യോജിക്കാതെ മാറി നിൽക്കുന്നു. അവരെ ഒന്ന് തിരിച്ചറിയണം. മദ്രസ എന്നത് മതവിദ്യാഭ്യാസം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ മതപുസ്തകങ്ങൾ പഠിപ്പിക്കാനാണ് ഭാരതത്തില്. അതിനുള്ള മതസ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസം പഠിപ്പിക്കണമെന്ന് ഞങ്ങളുടെ മതദർശനങ്ങൾ പഠിപ്പിക്കുന്നില്ല. ദേശീയ വിദ്യാഭ്യാസം നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരുമിച്ച് ജീവിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം എന്ന പാഠം ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ മാത്രമേ പരസ്പരം സ്നേഹിക്കാൻ പറ്റൂ. ഞങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് ഞങ്ങളുടെ മതദർശനങ്ങൾ ഞങ്ങളോട് പറയുന്നത്. ഭരണപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാറ്റം. മനുഷ്യ മനസ്സുകളിൽ, പിഞ്ചു മനസ്സുകളിൽ മനുഷ്യത്വം രൂപപ്പെടുത്താൻ സാധിക്കും. അതിനുള്ള ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മേലുള്ള നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണത്. അവരങ്ങനെയാണ്. ഒരിക്കലും അവരെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ തിരസ്കരിക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ചോട്ടെ. നമ്മൾ അത്രേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അവർ വിചാരിക്കുന്നത് നമ്മളിതൊക്കെ പറയുമ്പോഴേക്ക് കണ്ടില്ലേ, ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഓരോന്ന് കിടന്ന് മെഴുകുന്നത് കണ്ടില്ലേ. അവർക്കിതെല്ലാം വിമർശനങ്ങളായി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഞാനതാ പറയുന്നത്, അവരുടെ കുഴപ്പമൊന്നുമല്ല, അതവരുടെ കുഴപ്പമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം മാനവിക മൂല്യങ്ങളുള്ളതാണ്. ആ മാനവിക മൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. മദ്രസകളിലൂടെ ആധുനിക വിദ്യാഭ്യാസം നൽകണം, മതമൂല്യങ്ങൾ നൽകണം എന്ന് പറഞ്ഞാൽ ഇവരിത് അംഗീകരിക്കുമോ? ഇല്ല. ഇനി നമ്മുടെ നാട്ടില് ആരെയാണ് ആദരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആദരവുകൾ ലഭിക്കുന്നത്? ഇപ്പോ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ശരിയായ ചരിത്രം നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുക? ഇല്ല. വേടന്റെ പഠിപ്പിക്കും. പാഠപുസ്തകങ്ങളിൽ ശരിക്കും വരേണ്ടത് ആരുടെ ചരിത്രങ്ങളാണ്? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി, നമ്മുടെ രാജ്യത്ത് മതേതരത്വം എങ്ങനെയാണ് വിളങ്ങേണ്ടത്, വഴങ്ങേണ്ടത് എന്ന് പഠിപ്പിക്കുവാണ്. അത്തരക്കാരെ എങ്ങാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിപ്പുവിനെ കുറിച്ച് പഠിക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ടിപ്പുവിനെയും ഔറംഗസീബിനെയും മറ്റു മുഗൾ രാജാക്കന്മാരായിട്ടുള്ള ചോരക്കുതിയന്മാരെയും മതപരിവർത്തന സംഘങ്ങളെയും ഒക്കെ മെഴുകുന്ന വാര്യംകുന്നന്മാരെയും ഒക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി ചിത്രീകരിക്കുന്ന പിഴച്ച കള്ളച്ചരിത്രമല്ല പഠിപ്പിക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ തനതായ ശരിയായ ചരിത്രം. വേടനെ പോലെയുള്ള ആളുകൾ മാത്രമല്ല, ആരായിരുന്നാലും ശരി, RSSനെയും BJPയെയും 4 തെറി പറഞ്ഞാൽ അവർക്കൊക്കെ നമ്മുടെ നാട്ടില് നല്ല രൂപത്തിൽ സ്വീകാര്യത കിട്ടും, ഒരു സംശയമില്ല. ഇപ്പോ റഹീമിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഈ റഹീമിന് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ പൊങ്കാല കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഷകളും സ്വായത്തമാക്കണം എന്ന് നിർബന്ധമുള്ള ആളൊന്നും അല്ല ഞാൻ. മാതാമൃതാനന്ദമായി സംസാരിക്കണത് എവിടെ പോയാലും അവരുടെ ഭാഷയിൽ. ഇപ്പോൾ MBS മുഹമ്മദ് ബിൻ സൽമാൻ എവിടെ പോയാലും സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വഴങ്ങുന്ന ഭാഷയിലാണ്. നരേന്ദ്രമോദി എവിടെ പോയാലും അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്.
ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അതൊരു കോട്ടമാണ് എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടില് ഭരണഭാഷ പോലും നമ്മുടെ ദേശീയ ഭാഷയായിട്ട് മാറ്റണം എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഒരു മോശക്കാരനായിട്ടുള്ള ആളാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം ഒരു മലയാളിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ബിരുദങ്ങൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ വേടന്റെ വേദിയിലെത്തിയ റഹീമിന് ആളുകൾ പൊങ്കാലയിട്ടത് കണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നാണ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ടിപ്പുവിനെ പോലെയുള്ള ആളുകൾ, ഔറംഗസീബ്, വാരിയംകുന്നനെ പോലെയുള്ള ആളുകളെങ്കിൽ ആളുകൾ ഇതുപോലെ പബ്ലിക്കിൽ നിന്ന് കൂവുമായിരുന്നു അവരെ ആദരിച്ചാൽ. ഇപ്പോ പലസ്തീന്റെ വിമോചക നായകനാണെന്ന് പറഞ്ഞ് യാസർ അറഫാത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഗാന്ധി കുടുംബം ആദരിച്ചതും പൊന്നും പൊന്നാടയും കോടികളും നൽകി ആദരിച്ചതൊക്കെ നമുക്കറിയാം. അദ്ദേഹം പാകിസ്ഥാനിൽ ചെന്ന ഉടനെ എന്താ പറഞ്ഞു? എന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു, അതുവരെ മാത്രമേ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഞാൻ നിൽക്കൂ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രതികരിച്ചാൽ ഞാൻ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമെന്നാ പറഞ്ഞു. എന്നിട്ട് ഇന്ത്യ കൊടുത്ത പുരസ്കാരങ്ങളൊക്കെ വിറ്റ് ആയുധം വാങ്ങി ഇന്ത്യക്കെതിരെ പടപൊരുതാൻ പാകിസ്ഥാനോടൊപ്പം ഉറച്ചു നിന്നു. ഇന്നായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആളുകൾ അതെടുത്ത് പ്രതികരിക്കാതിരിക്കുക. കാരണം MF ഹുസൈനെ പോലെയുള്ള ആളുകൾ ഹൈന്ദവ ദേവികളുടെയും ദേവന്മാരുടെയും നഗ്നചിത്രം വരയ്ക്കുമ്പോൾ ഇന്നാളുകൾ പറയും ബുറാക്കിന്റെ ചിത്രം വരയ്ക്കുക, നബിയുടെ നഗ്ന ചിത്രം ഒന്ന് വരയ്ക്കുക. മൂസാ നബിക്ക് അണ്ടവീക്കം ഉണ്ടായിരുന്നല്ലോ, ആ അണ്ടിവീക്കമുള്ള ഒരു ചിത്രം ഒന്ന് വരയ്ക്കുക, നിങ്ങൾക്കും ആസ്വദിക്കാം നമ്മൾക്കും ആസ്വദിക്കാമല്ലോ എന്ന് ഇന്ന് ആരെയും ഭയക്കാതെ പ്രതികരിക്കുന്ന ഒരു ജനത വളർന്നു വന്നിട്ടുണ്ട്. അവരത് ചോദിക്കുമായിരുന്നു. യാസർ അറഫാത്ത് എന്താണ് ചെയ്തതെന്നും ടിപ്പുവും വാരിയംകുന്നനും എന്താണ് ചെയ്തതെന്നും എന്തിനാണ് വേടന് പുരസ്കാരം നൽകുന്നത് എന്ന് ഇന്നൊരു ജനത ചോദിക്കുന്നത് പോലെ ഇന്നായിരുന്നു ഈ ചരിത്രകാരന്മാരെയൊക്കെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഗാന്ധിമാരെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് പോലെ തീർച്ചയായിട്ടും ഒട്ടിക്കുമായിരുന്നു. ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ശരി, വേടന്റെ വേദിയിൽ ഞാൻ ബാംഗ്ലൂരിൽ പോയത് ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഈ രാത്രിയിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള 200 വീടുകൾ ബുൾഡോസറുകൾ കയറി. അതേടാ അല്ല റഹീം കാക്ക, ഈ ബുൾഡോസർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കർണാടകയിലാണോ ചോദിച്ചു. ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന രാജ്യദ്രോഹികളായ ആളുകളുടെ പേടി സ്വപ്നമുണ്ട്. UP പോകുമോ? 2 കാലിൽ കാക്ക തിരിച്ചു വരില്ല. എന്തെന്നറിയാമോ? അവിടെയുള്ള ആളെ ഒരു മതത്തെയും പ്രീണിപ്പിച്ചുകൊണ്ട് താടിയും തലപ്പാവും നോക്കി, പേരും മതവും രാഷ്ട്രീയവും നോക്കി, തുണിയൂരി അറ്റമുണ്ടോ എന്ന് നോക്കി, കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് നോക്കി നിയമം നടപ്പിലാക്കുന്ന ആളേ അല്ല. ഏത് കൊമ്പത്തുള്ളവനായിരുന്നാലും ശരി, നിയമം നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുന്ന യോഗിയാണ് UP ഭരിക്കുന്നത്. പോകുമോ? ബുൾഡോസർ രാജ് തുടങ്ങിയിട്ട് കൊല്ലം കുറയായിരിക്കുന്നു. ഉത്തരാഖണ്ഡ് പോകുമോ കാക്ക? അസം, ഹിമന്ത ബിശ്വ ശർമ്മ. ബുൾഡോസറിന്റെ താണ്ഡവമാണ് ഈ 3 സംസ്ഥാനങ്ങളിലും കാണുന്നത്. അതിന്റെ ഒരു കോപ്പിയടി മാത്രമാണ് ഇപ്പോൾ കർണാടകയിൽ കണ്ടത്. അപ്പോൾ കാക്ക കുറ്റിയും പറിച്ചുകൊണ്ട് കർണാടകയിലേക്ക് ഓടി. ശരി, കർണാടകയിലെ കാഴ്ചകൾ. ആ ബുൾഡോസറുകൾ കയറിപ്പോയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ വഴി കിടക്കുന്നു. അവിടെ പോയിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ വഴി കിടക്കുന്നു. അവിടെ പോയി കർണാടകയിൽ പോയി ഇംഗ്ലീഷ് പറഞ്ഞ് അവിടുത്തെ മാധ്യമങ്ങൾ അടക്കം എയറിലേക്ക് കയറ്റിവിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ മലയാളികളും റഹീം എന്ന ഈ ലുട്ടാപ്പി റഹീമിനെ ഒരുപാട് കളിയാക്കി ട്രോളൊക്കെ ചെയ്ത് അങ്ങ് ബഹിരാകാശത്തേക്ക് പോയി താഴേക്ക് വന്നില്ല.
അതിന്റെ ആ സമയമാവുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ പിന്നെയും പോയി ചാടിക്കൊടുത്തിരിക്കുകയാണ്. ഇതെവിടെയാണ് വേടന്റെ നടന്നത് എന്ന് വേദിയിൽ. ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ തന്നെ സ്വന്തം സ്ഥലമായിട്ടുള്ള വെഞ്ഞാറമൂട് വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വേടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആളുകൾ വന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു വേദി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു ആയുധം, ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു അവിടെ എ റഹീം ചെയ്തത്. അവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം പറയാനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ വേടന്റെ രാഷ്ട്രീയം അതിനോട് ചേർന്ന് പോകുന്നതായിരിക്കാം. അതിനാൽ അയാൾ അതിനെ എതിർത്തൊന്നുമില്ല. പക്ഷേ അവിടെ കാണാൻ വന്നിരുന്ന ആളുകൾ അവർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ കർണാടകയിലെ ബാംഗ്ലൂരിലെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ സദസ്സിൽ നിന്ന് ചിലരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, തള്ളു തള്ളു ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാജ്യസഭാ MP കൊടുക്കേണ്ട മറുപടി അല്ല എ റഹീം തിരിച്ചു പറയുന്നത്. അതേടാ തള്ളു തള്ള എന്നൊക്കെ പറയും എന്ന രീതി അതേടാ എന്നൊരു വാക്ക് അവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകളുടെ യോഗ്യതകൾ നമ്മൾ കാണുവാണല്ലോ. ഒരു 6 കണക്ക് അക്കങ്ങള് പരസ്പരം കൂട്ടി വായിക്കാൻ അറിയാത്ത മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു കൊച്ചു കേരളം. തിരുവനന്തപുരം എന്ന് പറയാൻ പോലും അറിയാതെ ട്രൂൺട്രം ട്രൂൺട്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി, വീടെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വേറൊരു മന്ത്രി, കേന്ദ്ര സർക്കാരിന്റെ റോഡ് വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാരിന് മാത്രം ചുരുക്കി കൊടുക്കുന്ന വേറെ ഒരു വിവരദോഷിയായിട്ടുള്ള മന്ത്രി. അയ്യോ, ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്രയും ആളുകളുടെ മുന്നിൽ അയാൾ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. അയാൾ ആരാണ് എന്ന ബോധ്യം മറ്റാർക്കും ഇല്ലെങ്കിലും സ്വയമെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഹീമിന്റെ നാവ് കുഴയുന്നുണ്ട്. റഹീമിന്റെ ശരീരഭാഷയിലും എന്തോ അസാധാരണമായ എന്തോ ഉണ്ട്. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടപ്പോൾ അതിന്റെ താഴെ നിരവധി കമന്റുകളുണ്ട്. ഫിറ്റ് ആണോ, അടിച്ച് കോൺതെറ്റ് നിൽക്കുകയാണ്, വേടന്റെ കൂടെ അല്ലേ കമ്പനി, വേടൻ അടിക്കുന്ന കണക്ക് മറ്റെന്തെങ്കിലും പുകച്ചോ, ആള് നോർമൽ അല്ല എന്ന് തോന്നുന്നു. അങ്ങനെ നിരവധി കമന്റുകൾ ഇതിന്റെ താഴെയായിട്ടുണ്ട്. നമുക്കും സംശയം തോന്നും റഹീം ശരിക്കും വല്ലതും അടിച്ച് ഫിറ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. മാത്രമല്ല അതിന്റെ അവസാനമാകുന്ന സമയത്തേക്കും ഈ സദസ്സിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, വല്ലപ്പോഴും പുറത്തിറങ്ങി ചിരക്കിട എന്നാണോ അതോ പുറത്തിറങ്ങി പോയി ചിരക്കിട എന്നാണോ അറിഞ്ഞുകൂടാ. എന്തായാലും കളിയാക്കുന്ന തരത്തിലുള്ള വിളിച്ചുകൂടിയ ഡയലോഗാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ചമ്മുന്നുണ്ട് അവിടെ റഹീം എന്ന വ്യക്തി. അയാൾക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു വേദിയാണത്. കാരണം അതൊരു രാഷ്ട്രീയ പ്രചരണ വേദിയൊന്നുമല്ല. വേടൻ പാടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, അയാൾ റാപ്പ് നടത്താൻ വേണ്ടി വന്നതാണ്. അവിടെയാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. വേടന്റെ രാഷ്ട്രീയവും റഹീമിന്റെ രാഷ്ട്രീയവും ഒരുമിച്ച് പോകുമെന്നുള്ളത് കൊണ്ടാണല്ലോ അവിടെ വന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, യുവജന പ്രസ്ഥാനം, PhD ഡോക്ടറേറ്റ് നേടിയ ആള്, ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഫൈല്. ഇവരുടെയൊക്കെ ഇംഗ്ലീഷ് കാരണം മറ്റ് രാജ്യങ്ങളുടെ മുമ്പില് കേരളം തലവഴി മുണ്ടിട്ട് നടക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും നരേന്ദ്രമോദിക്ക് വിദ്യാഭ്യാസമില്ലാന്നും അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ നോക്കി നടന്ന ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാകുമോ? വിദ്യാഭ്യാസ മേഖല കേരളത്തില് ആർക്കൊക്കെയോ വേണ്ടി പണയം വയ്ക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസം ചാൻസലർ, നമ്മുടെ മുൻ ഗവർണർ ഉണ്ടല്ലോ, നമ്മുടെ ആരിഫ് ജി, വ്യക്തമായും ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതിൻ്റെ നിലവാരവും യൂണിവേഴ്സിറ്റിയിലെ പിൻവാതിൽ നിയമനവും ഒക്കെ അദ്ദേഹം വലിച്ചു കീറി നമുക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പോ നമുക്ക് അതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവരിൽ നിന്ന്. അപ്പം റഹീം അർഹിക്കുന്നത് കർണാടകയിൽ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കണമല്ലോ. അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെഞ്ഞാറമൂട് തന്നെ തെരഞ്ഞെടുത്തു. അതും വേടന്റെ വേദിയിൽ വെച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുത്തത്. പിന്നെ തൊലിക്കട്ടിക്ക് നമ്മൾ ഒരു രൂപത്തിലും പിന്നോട്ടല്ലല്ലോ. തൊലിക്കട്ടി നമുക്ക് അപാരമായിരിക്കുന്ന ആൾക്കാരാണ്. പ്രശ്നം അത് കഴിഞ്ഞു. ചത്താലും ചത്തില്ലെങ്കിലും പുതിയ തലമുറ വരുമ്പോൾ ഇസ്ലാമിന്റെ ശവമടക്കം ഉറപ്പാണ്. നമുക്കിനി ഇവരുടെ കുറച്ച് ലീല. ഓരോ ഹജ്ജിന്റെ സമയത്ത് വരൂലേ ആരെ? ഇല്യാസ് നബിയും ഹിദർ നബിയും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടി കൊടുക്കും. ഇല്യാസ് നബി എങ്ങനെ? 4 പ്രവാചകന്മാരാണ് ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്നവര്. 4 പ്രവാചകന്മാരാണ്. 1 ഇല്യാസ് നബി, 2 ഹിദർ നബി, ഇദ്രീസ് നബി, ഈസാ നബി. 2 പേര് ഭൂമിയിലും 2 പേര് ആകാശത്തുമാണ്. ഇദ്രീസ് നബിയും ഈസാ നബി. മനസ്സിലാവുന്നുണ്ടോ? ഹജ്ജിന് കൊണ്ടുപോയ ആളുകളെ നിർത്തിയിട്ട് ഇവര് ക്ലാസ് എടുക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, തലയ്ക്കകത്തുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ വിവരക്കേടാണെങ്കിൽ
ജാസ്തിയാലുള്ളത് തൂത്താ മാറത്തില്ല എന്ന് പറയില്ലേ, അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയാണ് 6-ാം നൂറ്റാണ്ടിന് മുമ്പ്, 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അണ്ണനാണല്ലോ, അതുക്കും മുമ്പ് മരിച്ചുപോയ ഇല്യാസ് നബിയും 25 പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകളിൽ ഇല്ലാത്ത ഹിളർ നബിയും ഒക്കെ ഇറങ്ങി വരും. 2 പേര് ആകാശത്തും 2 പേര് ഭൂമിയിലും ആണെന്ന്. അയ്യോ, ഒന്ന് കേട്ടോ. ഓരോ ഹജ്ജിന്റെ സമയത്തും വരൂലേ ആരെ? ഇല്യാസ് നബിയും ഹിളർ നബിയും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടി കൊടുക്കും. ഇല്യാസ് നബി എങ്ങനെ? 4 പ്രവാചകന്മാരാണ്. അപ്പോ ആകാശത്ത് നിന്ന് ഇല്യാസ് നബി വരുന്നത് കത്രികയുമായിട്ടാണല്ലേ? എന്നാ ശരി, ചീപ്പും കത്രികയുമായിട്ടാണ് ഈ പ്രവാചകന്മാര് വരുന്നത്. അപ്പൊ അള്ളാഹു അവിടെ ബാർബർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്തെങ്കിലും ആവട്ടെ. ഓരോ ഹജ്ജിന്റെ സമയത്തും വരൂലേ ആരെ? ഇല്യാസ് നബിയും ഹിളർ നബിയും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടി കൊടുക്കും. ഇല്യാസ് നബി എങ്ങനെ? 4 പ്രവാചകന്മാരാണ്. ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്നവര് 4 പ്രവാചകന്മാരാണ്. 1 ഇല്യാസ് നബി, 2 ഹിളർ നബി, ഇദ്രീസ് നബി, ഈസാ നബി. 2 പേര് ഭൂമിയിലും 2 പേര് ആകാശത്താണ്. ഇദ്രീസ് നബിയും ഈസാ നബിയും ആകാശത്താണ്. ഇല്യാസ് നബിയും ഹിളർ നബിയും ഭൂമിയിലാണ്. എല്ലാ ഹജ്ജിന്റെ സമയത്തും വരും, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട അടിച്ചു കൊടുക്കും. ഏതെങ്കിലും ആരെങ്കിലും ഹജ്ജിന് വരുന്ന സമയത്തൊക്കെ നോക്കുന്നുണ്ട്, 2 ആൾക്കാർ കുത്തിന് മുട്ട അടിച്ചു കൊടുക്കുന്നത്. തൗഫീഖ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഓരോ ഹജ്ജ് അയ്യോ, തലയ്ക്ക് സുഖമില്ലാത്തൊരു ടീമേ. ഇതിന്റെ കമന്റ് ബോക്സ് വളരെ രസകരമാണ്. ഞാൻ ആ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു തരാം. ഇല്യാസ് നബിയുടെ ഇല്യാസ് നബിയും ഹിളർ നബിയും കാണാൻ തൗഫീഖ് നമുക്ക് നൽകട്ടെ അല്ലേ? മുട്ട അടിച്ചു കൊടുത്തോണ്ടിരിക്കുക. നോക്കിക്കോ. അതെന്തേ പകര ഉസ്താദ് അറിയാതെ പോയത്? താമസിയാതെ CM മടവൂരിന്റെ മുട്ടയടിച്ച ഒരു കഥ പ്രതീക്ഷിക്കാം. ഇവരെയൊക്കെ സമ്മതിക്കണം. എന്തൊരു കവിഭാവന! എവിടെ നിന്ന് ഇതൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നു തമ്പുരാനെ? ഇതിനൊക്കെ ഇവർ ഇബിലീസിനോട് കടപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നാണല്ലോ ഇവർ വേദം പഠിച്ചത്. എന്നാലും വല്ലാത്തൊരു പടപ്പുകൾ തന്നെ. മുൻകാലത്തുള്ളവർ കണ്ട ഇല്യാസ് നബി, ഹിളർ നബിയും ഭൂമിയിൽ എവിടെയാ താമസം? സമസ്തക്കാരൊന്ന് പറഞ്ഞു തരണം, പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാനേ. മാവേലി കൊല്ലത്തിൽ വരുന്നത് പോലെ മുട്ടയടിക്കാൻ ജീപ്പും കത്രികയുമായിട്ട് ഈ 2 നബിമാരും വരും. സലഫികളും സലഫികളുടെ ദൈവവും 50-50 പാർട്ട്ണർഷിപ്പിലാണ്. അഭൗതിക കാര്യങ്ങൾ സലഫികളുടെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ സലഫികൾ സ്വയം ഏറ്റെടുക്കുന്നു, സൃഷ്ടിക്കുന്നു. സലഫി ദൈവത്തിന്റെ പ്രവൃത്തിയിൽ റുബൂബിയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കില്ല എന്ന്. പൊന്നു വഹാബി, എല്ലാം നിനക്കറിയും എന്ന ചിന്ത മാറ്റ്. അയ്യോ, ലൈക്കായിപ്പോയോ? എന്ന ചിന്ത മാറ്റ്. എല്ലാ കാര്യത്തെയും പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും നിന്റെ വിവരമില്ലാത്തതിന്റെ അടയാളമാണ്. ഇവനെ പോലെയുള്ളവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം, എന്നിട്ട് വേണം ജയിലിന്റെ സമാധാനം കളയാൻ. ഇവിടെ ചെറുപ്പക്കാർ പണ്ഡിതര് ദീനീ വക്താക്കളായി വന്നാൽ അനാചാരങ്ങൾക്കെതിരിൽ, വിശ്വാസ ചൂഷണങ്ങൾക്കെതിരിൽ എന്തെങ്കിലും മുന്നേറ്റം പ്രതീക്ഷിച്ചു. സമദൂര സിദ്ധാന്തം പ്രാവർത്തികമാക്കി വരുമാന സ്രോതസ് ബാലൻസ് ചെയ്യുന്ന ഭൂരിപക്ഷ ബാക്കവി, കാസിമി, ഹുദവി, മന്നാനി സക്കാഫിമാർ. പക്ഷേ വ്യവസായ കത്തീബുമാർ പുതിയ തലമുറയിലെ കത്തീബുമാരുടെ തൊള്ള സാമർഥ്യത്തിൽ തങ്ങളുടെ ജോലിയും ചില്ലറ കൈമടക്ക് കിട്ടുന്നതും നഷ്ടപ്പെട്ടതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ഓക്കെ, ശരി, അതൊരു വലിയ മെസ്സേജാണ്. ദജ്ജാലിനേക്കാൾ എൻ്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ്. സമാധാനം. ഇനി ഇബിലീസിന് വിശ്രമിക്കാം. കാരണം ഇബിലീസിന്റെ ജോലി ഈ മുല്ലാക്കമാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ പറയുന്നവൻ മന്ദബുദ്ധിയാണോ അതോ മുടി സർബത്ത് കുടിച്ചിട്ട് പറയുന്നതാണോ? ഇദ്രീസ് നബി സ്വർഗത്തിൽ ജീവിക്കുന്ന നബിയല്ലേ, പിന്നെങ്ങനെ ആകാശത്തിലെത്തി? കഥയിൽ ചോദ്യമില്ല കാക്ക. പോടാ ചെറ്റേ, വിഡ്ഢിത്തം വിളമ്പാത്. നീയൊക്കെ ഏത് തൊഴുത്തിൽ നിന്നാണ് ഇസ്ലാം പഠിച്ചത് ഈ മതത്തെ ഇത്രയൊക്കെ പഴി കേൾപ്പിക്കാൻ? എടാ കൂതറേ, ആദ്യം ദീൻ എന്താണെന്ന് പഠിക്ക്, ചരിത്രം പഠിക്ക്. തിന്നാൻ മാത്രം അറിയുന്ന നിന്നെ പിടിച്ച് അമീറാക്കിയവരെ പറഞ്ഞാ മതി. ശരി, വല്ലാത്തൊരു കൗമായി പോയില്ല. കൗം എന്ന് പറഞ്ഞ സമുദായം. ഇവറ്റകൾ എന്തെങ്കിലും ഇവറ്റകൾക്ക് ബുദ്ധി വയ്ക്കുമോ? ഇവരും BJP-ക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. പണം കിട്ടാൻ വേണ്ടി
അവരവരുടെ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. BJPയും കൂടി ഒന്ന് ബാലൻസ് ചെയ്താൽ ഒരു സുഖം. മുജാഹിദുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്ത് വിവരമാണുള്ളത്? ഇവർക്ക് ഭയങ്കര വിവരമാണേ. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ആകാശത്ത് പോയി കണ്ടു വന്നതാണ്, അതുകൊണ്ട് വിശ്വസിച്ചു ഞങ്ങൾ. എടാ പൊട്ട, ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. പൊട്ട, എവിടെന്നാ നീ പച്ചക്കള്ളം പഠിച്ചത്? ഏതാ അടർക്കളത്തിൽ ഒരു പുതിയ കോമാളി? ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധി വെച്ചു. ഈ പ്രതികരിക്കുന്നതിൽ അധികവും മുസ്ലിങ്ങളാണ്. 90% മുസ്ലിങ്ങളാണ് ഈ പ്രതികരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് വലിയ രൂപത്തിൽ ഫലമുണ്ടെന്ന്? ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അവരും വിചാരിക്കുന്നു, അവരും മനസ്സിലാക്കുന്നു. ഈ മതം ഇത്രയധികം വിമർശിക്കപ്പെടാൻ കാരണം ഈ പണ്ഡിതന്മാരാണ്. ഇവര് പറയുന്ന വിഡ്ഢിത്തങ്ങളാണല്ലോ. ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. എന്താര് പറഞ്ഞാലും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് അവര് പറഞ്ഞത് അവരെ തന്നെ തിരിച്ചു കൊത്തുന്നത് പോലെ നമ്മൾ എത്ര പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും ശരി, അത് തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നിട്ടും ഒരുപാട് ക്യാമറകളുടെയും ഒരുപാട് മീഡിയകളുടെയും ഒക്കെ മുന്നിൽ നിന്നിട്ട് ഈ വിടുവായത്തരം പറയാൻ ഇവർക്ക് കഴിയുന്നെങ്കിൽ ഇവരുടെ തൊലിക്കട്ടി അപാരമല്ലേ? ഈസാ നബി അലി ഇസ്ലാമിനെ പറ്റി ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അവർ പറയുന്നുള്ളത് ഈസാ നബി അലി ഇസ്ലാമിനെ കുരിശിൽ തറച്ചു എന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. പക്ഷേ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അത് തെറ്റാണ്. കാരണം ഖുർആൻ തന്നെ നെസ്സായിട്ട് പറയുന്നതാണ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അപ്പോൾ യേശുവും ഈസയും ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾ ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു. ശരി, ഈസാ നബിയെ വധിച്ചിട്ടില്ല, ഒമാ സ്വലൂഹു കുരിശിൽ തറച്ചിട്ടില്ല, വലാകിൻ ശുബ്ബിഹ ലഹും രൂപസാദൃശ്യം വരുത്തിയതാണ്. ആര്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റുകൊടുത്ത ആ 40 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ഒറ്റുകൊടുത്ത ഒരു ജൂതനെ പറ്റിയിട്ട് സാധാരണ പറയാറുണ്ട്. ആ ജൂതനുക്ക് അദ്ദേഹത്തിന്റെ രൂപം ഈസാ നബിയുടെ രൂപമാക്കിയിട്ട് അദ്ദേഹത്തെയാണ് ജൂതന്മാര് കുരിശിൽ. സത്യം പറഞ്ഞാൽ ഇവർക്ക് യേശു ആരാണെന്നോ ഈസ ആരാണെന്നോ യാതൊരു നിശ്ചയവുമില്ല. ക്രിസ്ത്യാനികളുടെ യേശുവിന് വാപ്പയുണ്ട്, മുസ്ലിങ്ങളുടെ ഈസയ്ക്ക് വാപ്പയില്ല. ഈസാ നബിയെ അല്ല. ഒമാ ഖതലൂഹു യഖീന 100% തീർച്ചയായിട്ടും ഈസാ നബിയെ വധിച്ചിട്ടില്ല. അപ്പോ ഈസാ നബി അതിന് ഈസാ നബിയെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു എന്ന് എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾക്ക് ആ മനുഷ്യൻ നന്മയുടെ പ്രതീകമായതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, മാവേലിയെയൊക്കെ സ്വന്തമാക്കി വെച്ചതുപോലെ. അത്രേ ഉള്ളൂ. ഇവര് ഭീകരമാണ്, സംശയമൊന്നുമില്ല. എന്ത് ചെയ്യാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ്. ഇനി ചില കാര്യങ്ങൾ കൂടി നമ്മൾ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം ഒന്ന് തള്ളി നീക്കാൻ പറ്റുന്നത്? ഒരു താത്ത ഇന്നലെ കിടന്ന് അലറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നു? ദേയയുടെ കാലഘട്ടം. നിക്കാഹ് കഴിഞ്ഞാൽ വരൻ എഴുന്നേറ്റ് മഹറിന്റെ പെട്ടി അമ്മോശന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന രംഗം, അദ്ദേഹത്തിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്ന രംഗം, പിന്നീട് അവർ ആലിംഗനം ചെയ്യുന്ന രംഗം ഫോട്ടോയിൽ പകർത്തി, വീഡിയോയിൽ പകർത്തി ഇപ്പുറത്ത് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. എന്നാൽ ആലിംഗനം ചെയ്യുന്നത് അവിടെ സുന്നത്തായ കാര്യമാണോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. എല്ലാ നിക്കാഹിന്റെ ചടങ്ങുകളിലും വരന്മാർ അമ്മോശന്റെ കയ്യിൽ മഹർ ഏൽപ്പിച്ചിട്ട് ഒരു കെട്ടിപ്പിടുത്തം കാണാറുണ്ട്. ചിലപ്പോൾ സുഹൃത്തുക്കൾ, കൂടെ വന്ന സുഹൃത്തുക്കൾ വരനാകുന്ന കൂട്ടുകാരനെയും കെട്ടിപ്പിടിക്കാറുണ്ട്. ഇത് പക്ഷേ സുന്നത്തില്ലെന്ന് മാത്രമല്ല, സുന്നത്തില്ലാത്ത ഈ സാഹചര്യത്തിൽ അത് കറാഹത്താകുന്നു. മനസ്സിലായില്ലേ? അതായത് ഇസ്ലാമില് കരാർ ഉറപ്പിക്കുന്നത് പുരുഷനും പെണ്ണിന്റെ വാപ്പയും തമ്മിലാണ്. പെണ്ണിനെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന അടിമ സമ്പ്രദായം പോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള കരാർ, ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവാഹം. ഇസ്ലാമിലെ വിവാഹത്തിന് പെണ്ണിന് സ്ഥാനമില്ല. പെണ്ണിന്റെ വാപ്പയ്ക്കാണ് ഈ വിവാഹ മൂല്യം എന്ന് പറയുന്ന യോനിക്കൂലി പോലും കൊടുക്കുന്നത്. അപ്പൊ വാപ്പയ്ക്ക് യോനിക്കൂലി കൊടുത്തിട്ട് മോളെ കിടപ്പറയിൽ കൊണ്ടുവരുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ
മകള് സമർത്ഥമായി പഠിച്ച് മിടുക്കിയായാൽ വാപ്പ വേദിയിൽ കയറി സമ്മാനം വാങ്ങിച്ചാൽ മതിയല്ലോ, നമുക്കിതൊക്കെ ഹലാലാണ് കേട്ടോ. അപ്പൊ ഇപ്പോ ഉസ്താദ് പറഞ്ഞു വരുന്നത്, വാപ്പയുടെ കയ്യിൽ യുവാവ് മഹർ കൊടുക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണോ വേണ്ടേ എന്നതാണ്. കാരണം ഇത് കെട്ടിപ്പിടിക്കാത്തതിന്റെ പേരിൽ, കെട്ടിപ്പിടിക്കേണ്ടത് ആരെയാണ് എന്നറിയാത്തതിന്റെ പേരിൽ എന്താ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ വാപ്പയ്ക്ക് യോനിക്കൂലി കൊടുത്തിട്ട് വരൻ അമ്മോശങ്കാക്കായെ കെട്ടിപ്പിടിച്ചിട്ട് ഇനി അമ്മോശങ്കാക്കായെ എങ്ങാനും ഇനിയും യോനിക്കൂലിയെന്നോ ലിംഗക്കൂലിയെന്നോ പറഞ്ഞു എങ്ങാനും മണിയറയിൽ കൊണ്ടുവന്ന് കിടത്തുമെന്ന് ഉസ്താദിനൊരു പേടി. എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹഫയിൽ പറഞ്ഞതായി ഷർവാനി സഹിതം കൂട്ടി വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇത് സുന്നത്തില്ലാത്ത കാര്യമാണ്. പല പെരുന്നാളുകളിലും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളൊക്കെ വരുമ്പോൾ ആശംസാ കാർഡ് ഇറക്കുമ്പോഴും മറ്റുമൊക്കെ അതിൽ കൊടുക്കാറുള്ള ചിത്രത്തിലും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രം, ഒരു ചുംബനം വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും വെറും ഒരു ചുംബനമാണെന്ന്. അല്ല. എൻ്റെ ഉമ്മച്ചി സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കും. ഞങ്ങളെല്ലാവരും വന്നു. അപ്പോൾ എൻ്റെ ഇക്കായെ കണ്ടപ്പോഴേക്ക് എൻ്റെ ഇളയ സിസ്റ്ററുടെ ഭർത്താവ് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തം വലിയ വിവാദമായിട്ട് മാറി. അതുകൊണ്ട് ഈ കെട്ടിപ്പിടുത്തം എന്താണെന്നും അതുണ്ടാക്കാവുന്ന കുടുംബ കലഹം എന്താണെന്നും എനിക്കറിയാം. അതായത് ഒരു യുവാവ് വിവാഹ സമ്മാനം നൽകിക്കഴിഞ്ഞു, യോനിക്കൂലി, കിടപ്പുകൂലി, കിടക്കറക്കൂലി, വ്യഭിചാരത്തിന് വേണ്ടിയുള്ള കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കെട്ടിപ്പിടിക്കേണ്ടത് ആരെയാണ്? അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരനെയും കെട്ടിപ്പിടിക്കരുത്, വധുവിന്റെ വാപ്പയെയും കെട്ടിപ്പിടിക്കരുത് എന്ന്. ഇതൊക്കെ അറിയാത്തത് കൊണ്ട് എന്തെല്ലാം രൂപത്തിലുള്ള അട്ടഹാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും പറയാം. നമ്മുടെ ദേവദാസ് ശിവദാസ് ഇവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവർക്ക് ആകെ പറയാനുള്ളത് ഇത് തന്നെയുള്ളൂ കേട്ടോ. ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നില്ലേ? ആ ഡോക്ടറുടെ വീഡിയോ അങ്ങോട്ട് വൈറലായി കേട്ടോ. ഒക്കെ ഇത് തന്നെയാ പറയാൻ. ഇതുവരെ ഉസ്താദുമാര് മാത്രം അടക്കി ഭരിച്ചിരുന്ന ഒരു മേഖല, സെക്സ്, ഹോർമോൺ, ആദ്യ രാത്രി, പുരുഷനാണോ മേധാവിത്വം, സ്ത്രീക്കാണോ, ഇതൊക്കെ എന്തേ സ്ത്രീകൾ പറയാൻ പാടില്ലേ? അതുകൊണ്ട് ഇപ്പോൾ സെക്സ് പറഞ്ഞു വരുന്നത് താത്താമാരാണ്. അപ്പിക്കുപ്പായക്കാരികളുടെ സെക്സ് കഥയും കൂടെ കേൾക്കാം. ആ റൂൾസ് ഞാൻ പാലിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോ എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ? കല്യാണം കഴിക്കേണ്ടെന്നുള്ള ചിന്തയിലേക്ക് എത്തുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? മനുഷ്യനാണ്, ശരീരത്തിൽ ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും ഉണ്ടാവും. അഡോളസൻ പീരീഡ് ആവുമ്പോ മനുഷ്യ സഹജമായ വികാരങ്ങളിലേക്ക് അവനോ അവളോ എത്തും. ഇത് പൂർത്തിയാക്കാൻ അതിലാ നൂറകൾ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള ലെസ്ബിയനിസം പോലെയുള്ള ഗെയിസം പോലെയുള്ള ഹോമോസെക്ഷുവാലിറ്റിയോ ബൈസെക്ഷുവാലിറ്റിയോ പോലെയുള്ള തികച്ചും ഹറാമാക്കപ്പെട്ട മെഡിക്കൽ സയൻസ് പ്രകാരം യാതൊരു പ്രൂഫും ഇല്ലാതെ ഇന്നേ വരെ ഒരു ജീനോ ഒരു ഹോർമോൺ കൊണ്ടോ തെളിയിക്കപ്പെടാത്ത വികാരങ്ങളിലേക്ക് മനുഷ്യന്മാരെത്തും. അത് സാധാരണവൽക്കരിക്കപ്പെടൂലേ? അതിനിപ്പോ എന്താ? ആണും പെണ്ണും കല്യാണം കഴിക്കണ പോലെ തന്നെയല്ലേ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ? ആണും ആണും കല്യാണം കഴിച്ചാൽ എന്താ? എന്താ എന്നതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം അങ്ങനെ ഒരു വികാരമില്ല. ആണിനെയും പെണ്ണിനെയും പഠിച്ചോ സൃഷ്ടിച്ചതിൽ അങ്ങനെ. ശരി, അങ്ങനെ ഒരു വികാരമില്ല. അപ്പോ എന്നാ പിന്നെ നമുക്കുള്ള ഒരു വികാരം എടുക്കാം. നമ്മൾ പറയുമ്പോൾ അത് വലിയ വിമർശനമായിട്ട് മാറുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറ. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹി സ്വലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. ഓരോ വേണമെങ്കിൽ അള്ളാഹ് രണ്ടിനെ ആണാക്കാൻ പാടില്ലേ?
രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന്, ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അല്ലാഹു തആല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയുമില്ലാത്ത വ്യത്യസ്ത ഒരു വാപ്പ ഒരു ഉമ്മ, ഒരു പ്രസവത്തിലെ കുട്ടി അടുത്ത പ്രസവത്തിലെ കുട്ടിയെ കല്യാണം കഴിക്കുന്നു. ആഹാ, ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാനൊന്നും വിചാരിക്കല്ലേ. മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 20 പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്തിനത്? ആണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വന്തം പടയ്ക്കാൻ പാടില്ലേ? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അവിടെ വ്യവസ്ഥ വെച്ചവനാണ്. ആദമിന്റെ മക്കളെ ജനിപ്പിച്ചെടുത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇൻസെസ്റ്റ് ഉണ്ടെന്ന് അവിടെ സ്ഥാപിക്കുക ഉണ്ടോ? ഇല്ലല്ലോ. പാടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് 20 പ്രസവത്തിലും ആണും പെണ്ണും മാത്രമായി? അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാവോ? എന്നെന്തുകൊണ്ടുണ്ടായി? അത് ഇൻസെസ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ. അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. അതെ അതെ അതെ. എന്നാ പിന്നെ നമുക്ക് എനിക്കൊരു താത്ത, ഒരു ഹോർമോൺ താത്തയുണ്ട്. ഹോർമോണ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഇതാണ് വന്നത് കേട്ടോ. കിടന്നേക്കാം, തുടങ്ങാം. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീ പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിന്, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പിടികിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ ബാലു അണ്ണൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, ക്ലാരിറ്റിയോടുകൂടി ഇപ്പൊ നിങ്ങൾക്കത് പറഞ്ഞു പറയാം. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില്, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. അന്റെ ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച്, കച്ചൊക്കെ കാണിച്ച്, എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ്. പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്. സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ്. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചോണ് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കുന്നു. പെണ്ണേ,
എന്റെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള വെറും ഒരു ഇറച്ചി കഷ്ണമാണ് നീയെന്ന് ഏതെങ്കിലും നവോത്ഥാന നാറികൾ ഈ വിഷയത്തിലൊക്കെ പ്രതികരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? രക്ഷയില്ല. എന്തെന്നറിയാമോ? നമ്മൾ ഈ വക കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല എന്നവർക്ക് തന്നെ അറിയാം. ഇതൊക്കെ അത്ഭുത പ്രതിഭാസങ്ങളാണ്. ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് എന്നെയൊക്കെ എടുത്ത് ഇവരെ പൊങ്കാല ഇടുന്നത്. കാരണം മറ്റാരും ഈ വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നും സംസാരിക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇതുവരെ ഉസ്താദുമാര് മാത്രം പറഞ്ഞിരുന്നതിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം സ്ത്രീകളും ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. കാരണം ഇതൊക്കെ എന്താ നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മളും കൂടി പറയട്ടെ എന്ന്. ഇനി ഉസ്താദിന്റെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മതങ്ങളുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ആചാര്യന്മാരുണ്ട്. അവരൊക്കെ അവരുടെ മതം ശരിക്കും പ്രബോധനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കളിയും കുളിയും, കളിയുടെ വിവിധ രീതികൾ പറഞ്ഞു ഇത്രയും മോശത്തരം പറയുന്ന വൃത്തികെട്ടവന്മാരിവന്മാരല്ലാതെ ആരെങ്കിലും ഉണ്ടോ? എന്നാ പിന്നെ ഒരു കുഞ്ഞു കളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില കൗൺസിലിംഗ് സെഷനുകളിലും അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ കമന്റ്സും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കടമാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ ചില സഹോദരിമാർ പറയാറുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സെക്സിനോട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ട്. ഞാൻ എത്രയൊക്കെ അണിഞ്ഞൊരുക്കി ചെന്നാലും എത്രയൊക്കെ വൃത്തിയായി ചെന്നാലും ഈ ഒരു താല്പര്യത്തോടു കൂടെ തുറന്നു പറയാൻ പറ്റുന്നില്ല, ഒരു നാണം എന്നെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ എത്രയൊക്കെ താല്പര്യമായി അങ്ങോട്ട് ചെന്നാലും ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആദ്യകാലത്തൊക്കെ വിവാഹം കഴിഞ്ഞിടക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നാൾക്ക് നാളിങ്ങനെ വർദ്ധിച്ചു വരുന്നതോടുകൂടെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സങ്കടം ചില ആളുകളിൽ നിന്ന് കണ്ടു. ഇയാള് ഒരു സെക്സോമാനിയാക്കാണ് കേട്ടോ. ഇയാളുടെ വീഡിയോ മൊത്തം ഇതുപോലെയുള്ള വിഷയങ്ങളിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയ്ക്കും ലക്ഷക്കണക്കിന് വ്യൂസ്. അയാൾക്ക് മനസ്സിലായി ഇത് ഏറ്റവും വലിയ ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്നാള് മനസ്സിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഉണ്ടല്ലോ, എത്ര ആളുകളാണ് വികാരം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നത്. അപ്പൊ ഇയാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതൊക്കെ അങ്ങോട്ട് മാറും. ശരി, അപ്പോൾ ഉസ്താദ് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ചിലർ പറയുന്നുണ്ട് എനിക്ക് പോയെന്നൊക്കെ. ശരി, പോട്ടെ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസാ വ്ളോഗ്. പ്രധാനപ്പെട്ട ഒരു സങ്കടമാണ്. എത്രയൊക്കെ വൃത്തിയായി ചെന്നാലും ഈ ഒരു താല്പര്യത്തോടു കൂടെ തുറന്നു പറയാൻ പറ്റുന്നില്ല, ഒരു നാണം എന്നെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ എത്രയൊക്കെ താല്പര്യമായി അങ്ങോട്ട് ചെന്നാലും ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആദ്യകാലത്തൊക്കെ വിവാഹം കഴിഞ്ഞിടക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നാൾക്ക് നാളിങ്ങനെ വർദ്ധിച്ചു വരുന്നതോടുകൂടെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സങ്കടം ചില ആളുകളിൽ നിന്ന് കണ്ടു. ഇവിടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 25 വയസ്സ് മുതൽ സ്ത്രീകൾക്ക് മെനപ്പോസ് സംഭവിക്കുന്നത് വരെ, അതായത് ആർത്തവ വിരാമം സംഭവിക്കുന്നത് വരെ സെക്ഷൽ ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ആ സെക്ഷൽ ഇൻട്രസ്റ്റ് സാധാരണഗതിയിൽ കൂടുതലായി തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകും, ആ ഒരു ഡിസയർ അവർക്ക് ഉണ്ടാകും. ഈ സെക്ഷൽ ഇൻട്രസ്റ്റ് അവർക്ക് സാധ്യമാക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി, ഹലാലായ വഴി, അവരുടെ ഇണയാണ് അല്ലേ. ആ ഇണയായ നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ, സെക്ഷൽ ഇന്റർകോഴ്സിന് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ, നിങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല എങ്കിൽ, ആ ഒരു ആഗ്രഹം അവരിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്നതിലൂടെ പലപ്പോഴും പലരും മാനസികമായ വിഭ്രാന്തികൾ വരെ കാണാറുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമായി തന്നെ ഞാൻ പറയാം. ചില ആളുകൾ പറയും ഉസ്താദിന് വേറെ പണിയൊന്നുമില്ലേ. ഇതും കൃത്യമായി ഇസ്ലാം വിശദീകരിച്ച വിഷയം തന്നെയാണ്. ഇസ്ലാം ഇത് വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഉസ്താദ് ഇത് സെക്സ് ഇസ്ലാം ആകുന്നത്? അതിനെക്കുറിച്ച് പറയണ്ടേ? നമസ്കാരത്തെക്കുറിച്ച് വ്യക്തമായും വിവരിക്കാത്ത ഇസ്ലാം സെക്സ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അല്ലെങ്കിൽ ആളുകളാകെ കുഴപ്പത്തിലാകത്തില്ല. അതുകൊണ്ട് ഒരു സ്ത്രീ പീരിയഡ്സിലായിരിക്കുമ്പോൾ പുരുഷന്റെ കാമവികാരം പൂർത്തീകരിക്കാൻ രണ്ടാമതൊന്ന് കെട്ടാം. ഇനി രണ്ടുപേരും ഒരുമിച്ച് പീരിയഡ്സ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് മൂന്നാമതൊരെണ്ണം കെട്ടാം. 3 പേരും പീരിയഡ്സ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നാലാമതൊന്ന് കെട്ടാം. 4 പേരും പീരിയഡ്സിലായിരിക്കുമ്പോ എന്ത് ചെയ്യും? അതിനല്ലേ മലക്കത്ത് അയ്മാനുക്കും താൽക്കാലിക വിവാഹം, അടിമപ്പെണ്ണിനെ ഭോഗിക്കല്. അങ്ങനെ ഭോഗത്തിന് മാത്രം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു മതത്തിൽ ഇത് പറയാതെ പറ്റുമോ? ശരി, ഞാനായിട്ട് കുറെ ഓപ്പണായ കാര്യങ്ങളൊന്നും പറയുന്നത്. നമ്മൾ ഈ സെക്സ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ മോശം കമന്റുമായി വരല്ലേ സഹോദരൻ. നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള ഒരു കാര്യം. പല ഘട്ടങ്ങളിലും ജീവിതം തകർന്നു പോയവരുണ്ട്. ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെ ഒരു കൗൺസിലിംഗ് സെഷൻ അവർ കൃത്യമായി അവർ നടന്ന കാര്യം പറയുന്നുണ്ട്. അതായത് എന്റെ ഭർത്താവിനെ തിരിഞ്ഞു നോക്കണില്ല, എന്റെ ഈ ആഗ്രഹങ്ങൾ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന ചോദിച്ചത്.
പറയാൻ മനസ്സിലാവുന്നുണ്ട്. അവർ ഭൂരിഭാഗം റീസൺ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ ആഗ്രഹം ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവർക്ക് ഭയങ്കര ദേഷ്യം സംഭവിക്കാം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊരു ആഗ്രഹത്തോടുകൂടെ ഭാര്യയെ സമീപിക്കുമ്പോൾ ഭാര്യ അതുകൊണ്ട് അവർക്ക് മാറ്റമുണ്ടാകണം. എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ? അത് പറയട്ടല്ലേ, നമ്മളായിട്ട് പറഞ്ഞത് വികലമാക്കണ്ട. ഉസ്താദ് പറയുന്നതാണ് അതിന്റെ ഒരു ഭംഗി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഉസ്താദ് പറ. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം വിശദീകരണം നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ കിടക്കണം. ഖുർആൻ പറയുന്നു അൽ-റിജാലു ഖവ്വാമൂന അലൻ-നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറുപത് പോലെയാണ്, അത് ഭൂമിയാണ്. ഇതാണ് ശരിക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വേറെ ഒരുത്തം വന്നിട്ട് ഇസ്ലാം അങ്ങനെ ഉണ്ടാക്കുന്നു, ഇസ്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഇസ്ലാം മാനവികതയാണ്, സ്ത്രീകളുടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് സെക്സ് ഇസ്ലാമാണ്. ഇസ്ലാമിലെ സെക്സ് എന്ന് പറഞ്ഞാൽ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ്, അവളെപ്പോഴും കിടക്കണം. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവരെത്ര വലിയ പൊതിഞ്ഞ് യൂട്യൂബിലെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ചാനലിലെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും ഇവരിങ്ങനെ എത്ര കണ്ട് മെഴുകി ഈ വൾഗാരിറ്റിയുമായിട്ട് വന്നിരുന്നാലും ശരി, ആകെ മൊത്തം ടോട്ടൽ ഇതാണ് ഇസ്ലാം. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? പുറകിലൂടെയോ, നിന്നുകൊണ്ടോ, മുത്തുനാളിൽ നിന്നുകൊണ്ടോ, ഇരുന്നുകൊണ്ടോ, മുസ്തഖിയത്തിൻ മലർത്തി കിടത്തിയോ, ധരിച്ചു കിടത്തിയോ, മുൻഭാഗത്തിലൂടെയോ, പിൻഭാഗത്തിലൂടെയോ, പക്ഷേ ഒന്നേയാകാവൂ. എങ്ങനെയാണ് സൗകര്യം പോലെ എങ്ങനെയെങ്കിലും ജുവല്ലറിക്കാരന്മാർക്ക് സ്വർണ്ണം കിട്ടും. കല്യാണം കഴിക്കാൻ നടക്കല്ലേ? എങ്ങനെയാണ് ഹക്കിനെ അവനാ പറഞ്ഞത്? ഇത് പറയാതെ പോലെ എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അയലിന്റെ സമയത്ത് അപ്പോ തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഉലമാക്കൾ നമുക്കത് മനസ്സിലാക്കേണ്ടത്, നിന്നുകൊണ്ട് ഒരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം. പക്ഷേ ശുക്രം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകാൻ പാടില്ല. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിന് അനുമതിയുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് താത്താടെ ബാക്കി ക്ലാസ്സിലേക്കൊന്ന് പോകാം. ഇവരെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടല്ലാതെ വിശ്രമിക്കുന്ന രീതിയെ ഉദിക്കുന്നില്ല. അപ്പോൾ താത്ത എന്തൊക്കെയോ നമ്മളോട് വേറെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. താത്താടെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരെണ്ണം കൂടി. പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമസ്കാരം. അപ്പോൾ ഇനി നമുക്ക് താത്താടെ ക്ലാസ്സിലേക്ക്. ശരി.
ഇവരെ വലിച്ചു കീറാനേ ആരും വേണ്ട കേട്ടോ, ഇവര് തന്നെ മതി. അതിവരെ തെളിയിച്ചല്ലോ, ഇനി നിങ്ങൾ ആരും പറയണ്ട, തൽക്കാലം ഇനി ഞങ്ങൾ മതി. ഡോക്ടറുടെ സെക്സ് ക്ലാസ്. അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തിന്റെ ഉള്ളിലുള്ള ആ റൂൾസ് ഞാൻ പാലിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തിന്റെ ഉള്ളിലുള്ള ആ റൂൾസ് ഞാൻ പാലിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോ എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ? കല്യാണം കഴിക്കണ്ടെന്നുള്ള ചിന്തയിലേക്ക് എത്തുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? മനുഷ്യനാണ്, ശരീരത്തിൽ ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും ഉണ്ടാവും. അഡോളസെന്റ് പീരീഡ് ആവുമ്പോൾ മനുഷ്യ സഹജമായ വികാരങ്ങളിലേക്ക് അവനോ എത്തും. ഇത് പൂർത്തിയാക്കാൻ അതിൽ ആ നൂറുകൾ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള ലെസ്ബിയനിസം പോലെയുള്ള ഗെയിസം പോലെയുള്ള ഹോമോസെക്ഷാലിറ്റിയോ ബൈസെക്ഷാലിറ്റിയോ പോലെയുള്ള തികച്ചും ഹറാമാക്കപ്പെട്ട മെഡിക്കൽ സയൻസ് പ്രകാരം യാതൊരു പ്രൂഫും ഇല്ലാതെ ഇന്നേ വരെ ഒരു ജീനോ ഒരു ഹോർമോൺ കൊണ്ടോ തെളിയിക്കപ്പെടാത്ത വികാരങ്ങളിലേക്ക് മനുഷ്യന്മാരെത്തും. വികാരങ്ങളിലേക്ക് മനുഷ്യന്മാരെത്തും. അത് സാധാരണവൽക്കരിക്കപ്പെടൂലേ? അതിനിപ്പോ എന്താ? ആണും പെണ്ണും കല്യാണം കഴിക്കണം. അതിനിപ്പോ എന്താ? ആണും പെണ്ണും കല്യാണം കഴിക്കണ പോലെ തന്നെയല്ലേ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ? ആണും കല്യാണം കഴിച്ചാൽ എന്താ? എന്താ എന്നതിന് വ്യക്തമായ ഉത്തരമുണ്ട്. കാരണം അങ്ങനെ ഒരു വികാരമില്ല. ആണിനെയും പെണ്ണിനെയും പഠിച്ചോ സൃഷ്ടിച്ചതിൽ അങ്ങനെ ഒരു ജീനോ അങ്ങനെ ഒരു ഹോർമോണോ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹോർമോണോ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ തോന്നൽ എന്താ? അത് മാനസിക രോഗാണേ, അത് ഭ്രാന്താണേ, അത് മാനസിക രോഗമാണ്. അതിന് ചികിത്സയുണ്ട്, അതിന് ചികിത്സ വേണം, അതിന് ചികിത്സിക്കണം. അതിനെയാണ് ഹറാം എന്ന് പറഞ്ഞത്. അതിനെയാണ് ഹറാം എന്ന് പറയുന്നത്. ഇസ്ലാമില് പണ്ടൊരു ഹറാമോ ഇന്നൊരു ഹറാമൊന്നൊന്നുമില്ല. അല്ല, ആദം നബിയുടെ ഭാര്യ ഹവ്വയുടെ 20 പ്രസവത്തിലെ 40 മക്കൾ പരസ്പരം കല്യാണം കഴിച്ചപ്പോൾ ഒരു രോഗമുണ്ടായിരുന്നില്ലല്ലോ. പോയിന്റ് നമ്പർ 1. 2, ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ആദം നബിയുടെ മക്കളാണ്. എന്തിനായിരുന്നെന്നറിയാമോ? ആദ്യത്തെ പ്രസവത്തിലെ ആണും പെണ്ണും, രണ്ടാമത്തെ പ്രസവത്തിലെ ആണും പെണ്ണും ഇവര് പരസ്പരമാണ് കല്യാണം കഴിക്കേണ്ടത്. അപ്പോ സുന്ദരിയായിട്ടുള്ള തൻ്റെ കൂടെ ജനിച്ച പെണ്ണിനെ തന്നെ കെട്ടണം എന്ന് കാബീൽ വാശി പിടിക്കുന്നു. ഹാബീൽ അത് സമ്മതിക്കാതെ വരുന്നു. അങ്ങനെ കാബീൽ എന്ന് പറഞ്ഞവൻ ഹാബീലിനെ കൊല്ലുന്നു. അത് രോഗമാണോ താത്ത? അല്ല. മദ്രസയില് ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉസ്താദിന് ഒറ്റമുണ്ടിനകത്തൊരു ഇളക്കം സംഭവിക്കുന്നു. കുട്ടികളെ പിടിച്ചു കിടത്തി പീഡിപ്പിക്കുന്നു. അത് മാനസിക രോഗമാണോ താത്ത? ഡോക്ടർ താത്ത? അല്ല. സ്വന്തം മക്കൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ പറമ്പിൽ ഞാനൊരു വാഴ നട്ടാൽ ആ വാഴയിൽ കുലയ്ക്കുന്ന വാഴക്കുല എനിക്ക് സ്വന്തമോ നിനക്ക് സ്വന്തമോ എന്ന് ചോദിക്കുന്ന പിതാവിന് മാനസിക രോഗമുണ്ടോ താത്ത? ഇല്ല. +1 പഠിക്കുന്ന സ്വന്തം മകൾ സ്വന്തം പിതാവിൻ്റെ കുട്ടിയെ പ്രസവിച്ചതിന് മാനസിക രോഗമുണ്ടോ താത്ത? ഇല്ല. ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ടല്ലേ? ശരി, ആദിലയും നൂറയും പറയാനാണ് ഇവർ ഇത്രയും വളച്ചു കെട്ടിക്കൊണ്ടുവരുന്നത്. ഇന്നൊക്കെ ഹറാമാക്കപ്പെട്ടത് ഹറാമാ. അന്നും ഇന്നും തെറ്റാക്കപ്പെട്ടതൊക്കെ ഇന്നും ഹറാമ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അന്നും ഇതൊക്കെ ഹറാമാ, ഇന്നും ഹറാമ് തന്നെയാണ്. അതിലേക്കാണ് സ്വതന്ത്ര ചിന്ത, നവലിബറൽ ചിന്താഗതി. ആദം നബിയുടെ ആദ്യത്തെ പ്രസവത്തിലെ മക്കൾക്ക് രണ്ടാമത്തെ പ്രസവത്തിലെ മക്കളെ കല്യാണം കഴിക്കാമെന്നുള്ളത് പോലെ അന്നത്തെ ഹറാമും ഹലാലും ഇന്നും ഹറാമും ഹലാലുമാണോ താത്ത? ഒരു ഉമ്മയുടെയും പപ്പയുടെയും മക്കളെ ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ ആദ്യത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് കിട്ടിയാൽ പോരെ? കുഴപ്പമില്ലല്ലോ. വളർത്തുമകന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവളെ ഭാര്യയാക്കി. കുഴപ്പമില്ലല്ലോ. അത് അന്നത്തെ ശരിയാ. അന്നത്തെ പ്രവാചകന്റെ ശരിയായിരുന്നു 6 വയസ്സുകാരിയെ ഭാര്യയാക്കുക എന്നത്. ശരിയാണല്ലോ. അടിമപ്പെണ്ണുങ്ങളെ യഥേഷ്ടം വിവാഹം കഴിക്കുക എന്നത് അന്നത്തെ ശരികളായിരുന്നു. ഇന്ന് കുഴപ്പമുണ്ടോ? അന്നത്തെ ശരികളായിരുന്നു യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടുത്തങ്ങളും ഇക്കണ്ടത് എമ്മാടിത്തരങ്ങളും എല്ലാം. ശരിയാണല്ലോ. പോകുന്നിടത്തൊക്കെ കെട്ടുക എന്നതും യോനിക്കൂലി കൊടുത്തിട്ട് ആസ്വദിക്കുക എന്നതും അന്നത്തെ ഇസ്ലാമിന്റെ ശരികളായിരുന്നു. ഇന്നതൊക്കെ ശരിയാണോ താത്ത? ശരി. നമ്മുടെ മക്കളെ എത്തിക്കുന്നത് ഇതൊക്കെ കൂടുതലും കാലം തിന്നുന്നത് എവിടെയെന്നറിയോ? കൗമാരത്തെയാണ്. അതുകൊണ്ടാണ് കൗമാരപ്രായം അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്തിന് കല്യാണം കഴിക്കണം? കല്യാണ വിവാഹം എന്ന് പറയുന്നത് അതൊരു അടിമത്തമല്ല. നിങ്ങൾ രണ്ടുപേരോടും കൂടി ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും സംതൃപ്തി അടയുവാനും പറയുന്നത്. പുരുഷനോട് മാത്രമല്ല, പെണ്ണിനോടും കൂടിയാണ് പറയുന്നത്.
ഈക്വൽ ആയിട്ട് ആനന്ദവും ആഹ്ലാദ സംതൃപ്തി നൽകുന്നത്. വളരെ ഈക്വൽ ആയിട്ടാണ് റെസ്പോൺസിബിലിറ്റീസ് കുടുംബത്തിൽ ആണിനും പെണ്ണിനും കൊടുത്തിട്ടുള്ളത്. അവിടെ പ്രസവ പലകയിൽ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പോലും നീ അവൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. എന്താ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആസ്വാദനമല്ലേ എന്നൊക്കെ പറയണ്ടേ. ഒരാളെ അടിമയാക്കുന്നില്ല, ഒരാളെ ഉടമയുമാക്കുന്നില്ല. ആ മാതൃക കുടുംബത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ അബൂ ഹുദൈഫയുടെ പുസ്തകം ഉദ്ധരിച്ച് ടി.പി. അബൂബക്കർ ഖാസിമി ഇപ്പൊ എന്താ പറഞ്ഞത്? മുട്ടുകാലിൽ നിർത്തിയോ, ചരിച്ചു കിടത്തിയോ, ഇരുത്തിയോ, കിടത്തിയോ, മലർത്തി കിടത്തിയോ, കുത്തിയിരുത്തിയോ എങ്ങനെയാണ് സ്ത്രീയെ പണിയേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? ശരി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പലപ്പോഴും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വരുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് ഇതാ. പെട്ടെന്ന് കേൾക്കുമ്പോ നല്ല സുഖം അല്ലേ? സോളോ ലൈഫ്, സിംഗിൾ ലൈഫ്, കല്യാണമില്ല, അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, എന്റെ പൈസ കൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുക, വേൾഡ് ട്രിപ്പ് നടക്കുക, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ആർക്കും കൊടുക്കണ്ട, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മുടെ എം അക്ബറിനോട് 2 പെൺകുട്ടികൾ ഇരുന്ന് ചോദിക്കുകയാണ്. മലപ്പുറത്തൊക്കെ ചെറിയ പെൺകുട്ടികളെ പെട്ടെന്ന് വിവാഹം കഴിച്ച് വിടുന്നുണ്ട്. അവരൊക്കെ പഠിച്ച് ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുള്ള, പിന്നെ PhD ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എം അക്ബർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. 10 വർഷം കൊണ്ട് നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നതിനേക്കാൾ 10 വർഷം കൊണ്ട് നിങ്ങൾ എത്ര പെറ്റു എന്ന് നോക്കാനാണ് പടച്ചോൻ ആകാശത്തിരിക്കുന്നതെന്ന്. പെട്ടെന്ന് കിട്ടുന്ന സുഖ. MDMA ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? LSD ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? കൂളും ഹോട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? നോൺ സിന്തറ്റിക്കോ ആയിട്ടുള്ള ലഹരികൾ ശരീരത്തിൽ എത്തുമ്പോ, രക്തത്തിൽ എത്തുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാ. പെട്ടെന്ന് കിട്ടുന്ന സുഖ. പെട്ടെന്ന് കിട്ടുന്ന സുഖം പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നത് സുഖം മാത്രമല്ല, നമ്മുടെ ജീവിതം കൂടിയാണ്. ഇഹലോകവും പരലോകവുമാണ് ഇല്ലാതെയാക്കുന്നത്. എല്ലാ ഡ്രഗ്സും നമുക്കറിയാം ന്യൂറോ ടോക്സിക് ആണ്. ഇപ്പൊ അവൈലബിൾ ആയ എല്ലാ സിന്തറ്റിക് ഡ്രഗ്സുകളും ന്യൂറോ ടോക്സിക്കാ. ഈ ന്യൂറോ ടോക്സിക് ഡ്രഗ്സുകൾ എന്താണോ ചെയ്യുന്നത് അതന്നെയാ ഇപ്പൊ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോ കിട്ടുന്നത്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളൂ, ഇപ്പത്തെ സുഖമുള്ളൂ. അതുകൊണ്ടൊരു നിയമമുണ്ടാ. എന്റെ പൊന്നു കൊച്ചേ, നിങ്ങളൊക്കെ പഠിച്ചു ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും കളക്ടറായിട്ടും പ്രൊഫസറായിട്ടും ഒരു കാര്യവുമില്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതമല്ലേ നിന്റെയൊക്കെ തലയിൽ രണ്ടും ശരിയാ. പിന്നെ പറഞ്ഞിട്ട് എന്തുവാ കാര്യം? ഇപ്പോഴത്തെ പെൺകുട്ടികള് വിവാഹം വേണ്ട എന്ന് വെക്കുന്നതും, അതല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, എനിക്ക് വിദ്യാഭ്യാസം നേടണം, എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം, എന്നിട്ട് എനിക്ക് കല്യാണം മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവരുടെ അടിമ സമ്പ്രദായം കൊണ്ടാണ്. ഇപ്പോൾ ഈ കൊച്ചു പറയുന്നുണ്ട് പലതും. ഈ കൊച്ചു പഠിച്ച് ഡോക്ടറായത് ഈ മതത്തെ പിന്തള്ളിയിട്ട് തന്നെയാ. ആണും പെണ്ണും ഇടകലർന്ന് ആണുങ്ങൾ പഠിപ്പിച്ചു അല്ലേ, ഒറ്റയ്ക്ക് യാത്ര ചെയ്തു, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒറ്റയ്ക്ക് വന്ന് സംസാരിക്കുന്നു. ഒരു കൊച്ചു പഠിച്ചിട്ട് സമ്മാനം വാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് കയറിയപ്പോൾ ഇവിടുത്തെ അബ്ദുള്ള മുസ്ലിയാർ കടന്ന് ചക്രശ്വാസം വലിച്ചതും ചിഹ്നം വിളിച്ചതും ഒക്കെ നമ്മൾ കേട്ടതല്ലേ. പെൺകുട്ടികൾക്ക് അങ്ങനെ പൊതുവേദിയിലേക്ക് കയറാൻ പറ്റുമോ താത്ത? അപ്പോൾ നിങ്ങൾ പോലും മതത്തിൽ നിന്നും പുറത്തു പോയിട്ടാണ് മതത്തെക്കുറിച്ച് ഇങ്ങനെ കടന്ന് ഗീർവാണം അടിക്കുന്നത്. അതുകൊണ്ട് ഇത് ആളുകൾക്ക് മനസ്സിലായി. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മതത്തെ കൊണ്ടുപോവാ, എന്നിട്ട് ആദിലായ നൂറായെയും ഉപദേശിക്കാൻ പോയാൽ മതി. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എവിടെയാ? ഫീ ബുയൂത്തിഹിന്ന, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളാണ്. പേറുയന്ത്രങ്ങളായി വീട്ടിനകത്ത് ജനലുകൾ പോലും വയ്ക്കാതെ അഫ്ഗാനിൽ താലിബാനികൾ നടപ്പിലാക്കുന്നത് പോലെ പേറുയന്ത്രമായി നീയൊക്കെ വീട്ടിനകത്തിരിക്കണം. അപ്പോഴേ നീയൊക്കെ ഈ മതത്തിന്റെ ഭാഗമായി മാറൂ. എന്നിട്ടുണ്ടാക്കാം വാ അല്ലെ. ഇവരെയൊക്കെ വലിച്ച് കീറണ്ട. ഞാൻ പിന്നെ ഒരു ദയ വിചാരിച്ചിട്ട് കൂടുതലൊന്നും പറയാത്തതാണ്. ഇതിന്റെ ബാക്കി ഭാഗവും കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. മാത്യു പോയേക്കാം. റെനി, പ്രജിത്ത്, ഹായ്. ഡിങ്കൻ താമസിച്ചോ വരാന്? പോരാളികൾ, ഡിങ്കൻ പോരാളി വരാൻ താമസിച്ചോ? പോയേക്കാം. ജോണി, സൂത്രമതം, സുനമതം. നിഷാദേ, ഇവര് പിന്നെ പൊട്ടന്മാരാണോ എന്ന് ചോദിക്കണോ? 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രപോത്തകമല്ലേ ഇവരുടെ ധാർമ്മികത സൂക്ഷിക്കുന്നത്. പിന്നെ പറയാനുണ്ടോ? തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത ഓരോ ടീം വന്നിട്ട് ഓരോന്ന് പറയും. നമ്മളത് പിച്ച് കീറി വെയിലത്ത് വെച്ചിട്ട്
ആട്ടിക്ക് അങ്ങോട്ട് അണ്ണാക്കി കൊടുക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്.